ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. പെട്ടെന്ന് നമുക്കൊരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് ചെറുപയർ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപയർ നമ്മൾ കുതിർത്തെടുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ചെറുപയർ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ട് ചെറുപയറൊന്ന് വറന്ന് വരും. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് വറന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വറന്ന് കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ ചെറുപയർ ഇവിടെ ചെറുതായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ചവ്വരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ചവ്വരിയും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചെറുപയറൊക്കെ ചെറുതായിട്ടൊന്ന് വറന്നു വരും. നമ്മളിവിടെ ചവ്വരിയും ചെറുപയറൊന്നും കുതിർത്തെടുക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചെറുപയറും ചവ്വരിയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ചവ്വരിയൊക്കെ ഇവിടെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഈ ചവ്വരിയും ചെറുപയറും മുങ്ങിക്കെടുക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ 3 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 300 ഗ്രാം ഉണ്ടാവും. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര ഇവിടെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ തേങ്ങാക്കൊത്ത് ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പൊ തേങ്ങാക്കൊത്ത് മുഴുവനും ഞാൻ അതിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഒരല്പം കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ ഒന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂവിൻ്റെ കളർ ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കിസ്മിസ് ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കിസ്മിസും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കിസ്മിസും കാഷ്യൂവും നമുക്ക് ഈ നെയ്യിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ കാഷ്യൂവും കിസ്മിസൊക്കെ ഞാനവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് എടുത്തത് ഒരു വലിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇത് മുഴുവനും ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാഷ്യൂവും കിസ്മിസൊക്കെ വറുത്തെടുത്തിട്ടുള്ള അതേ നെയ്യിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. ഈ ഒരു പാകത്തിന് മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചവ്വരിയും ചെറുപയറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചവ്വരിയും ചെറുപയറൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഈ കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മുതൽ 4 വിസിൽ വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിന് 4 വിസിൽ വന്നതിന് ശേഷം അതിന്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് അതിന്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ചെറുപയറും ചൗവരിയൊക്കെ ഇവിടെ ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പായസം നമുക്ക് ഈ കുക്കറിൽ തന്നെ മുഴുവനായിട്ടും റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനിവിടെ വീഡിയോയിൽ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയും ഞാൻ എടുത്ത കുക്കർ അല്പം ചെറുതായതുകൊണ്ടും വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറും ചൗവരിയും ഒരു ഉരുളിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഞാനിവിടെ അരിച്ചെടുത്തതാണ് കേട്ടോ. ശർക്കരപ്പാനി മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ശർക്കരപ്പാനി ചൗവരിയിലേക്കും ചെറുപയറിലേക്കും ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് അല്പം വറ്റി ചെറുപയറിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരുന്നത് വരെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെ വേർതിരിച്ചെടുത്തിട്ടൊന്നുമില്ല. 1-ാം പാലും 2-ാം പാലും ചേർത്തിട്ട് ഇത് ഏകദേശം 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഉണ്ടാവുക. ഇനി ഇതുപോലെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് പതഞ്ഞു പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ നല്ലവണ്ണം തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്നുകൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂം കിസ്മിസും തേങ്ങാക്കൊത്തൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്തും വൈകുന്നേരത്തെ ഈവനിങ് ചായയുടെ സമയത്തും ഇനി സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് വളരെ പെട്ടെന്ന് നല്ല രുചികരമായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പായസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അതേപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.
അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.